വൃദ്ധജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള SRK ഗ്രാമസേവാ സമിതിയുടെ തുടർബാല്യം യൂണിറ്റ് കഞ്ഞിക്കുഴിയിൽ പ്രവർത്തനം തുടങ്ങി. SRK ഗ്രാമസേവാ സമിതിയുടെ തുടർബാല്യം യൂണിറ്റ് കഞ്ഞിക്കുഴി പുന്നിട്ടശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങി. വൃദ്ധജനങ്ങളുടെ ക്ഷേമം പ്രവർത്തനങ്ങളുടെ ഭാഗമായി SRK ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഗ്രാമങ്ങളിൽ തുടർബാല്യം പദ്ധതി നടപ്പിലാക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പരിധിയിലെ പുന്നിട്ടശ്ശേരി തുടർബാല്യം യൂണിറ്റ് സിനിമാതാരം മനോജ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടന്ന നേത്ര പരിശോധന ക്യാമ്പ് യൂണിറ്റ് രക്ഷാധികാരി രവി പാഴത്തിങ്കലിൽ ഉദ്ഘാടനം ചെയ്തു. SRK ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് S. ശിവജി ചാരങ്കാട്ട അധ്യക്ഷത വഹിച്ചു. SRK സെക്രട്ടറി VM ശശികുമാർ, സുജാത മോഹൻ, തുടർബാല്യം യൂണിറ്റ് സെക്രട്ടറി ജയദേവൻ ആലുങ്കൽ, പ്രസിഡന്റ് രഘുനാഥൻ വാൽച്ചിറ, സുമോദ്, ടിൻസിമോൾ ജോഷി, പ്രിയലത, പ്രീതി സന്തോഷ്, പ്രീത ഷാജി എന്നിവർ പങ്കെടുത്തു. നമ്മളെല്ലാവരും നമ്മളെ കുറിച്ച് മാത്രമായിരുന്നു. പണ്ട് നമ്മൾ കൂട്ടുകുടുംബമായിരുന്നു. ഒരുപാട് ആൾക്കാർ ആരെങ്കിലുമൊക്കെ നമ്മളെ ശ്രദ്ധിക്കാനുണ്ടാകുമായിരുന്നു. ഇപ്പം നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങളോർക്ക് നിങ്ങളാണ് ദുഃഖമല്ല. വീട്ടിലെ ബാക്കിയുള്ളവരും ഓരോ മേഖലയിലും ദുഃഖം മാത്രം അനുഭവിക്കുന്നവരാണ്. എല്ലായിടവും മത്സരിച്ച് തളർന്ന ഒരു വിഭാഗമാണ് നമ്മൾ മനുഷ്യർ. അതുകൊണ്ട് കൂടിച്ചേരാൻ ശ്രമിക്കുക. ജീവിതം കുറെ കണ്ടവരാണ് നിങ്ങൾ. കൂടിച്ചേരുക. അവരുടെ ഈ നെട്ടോട്ടം ഓടിയാലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മുടെ വീട്ടിലുള്ളവർ പാടുപെടുകയാണ്. എന്നാൽ ബോധപൂർവ്വം ഉപേക്ഷിക്കുന്നവരുമുണ്ട്. ആ ഉപേക്ഷിക്കുന്നവരുടെ മാനസികാവസ്ഥ എത്ര ഭീകരമാണ്. അത് ചർച്ചയിലൂടെ, അത് വർത്തമാനത്തിലൂടെ മാറ്റേണ്ടതാണ്. എന്തായാലും പ്രായം കൂടുന്തോറും പിടിവാശിയും കുട്ടിത്വവും കൂടും. അതൊരു കൗതുക കാഴ്ചയായി മാറുന്ന ഒരു കേരളം ഉണ്ടാകട്ടെ. കേരളം മുഴുവൻ അനുഭവപ്പെട്ട ഒരു കൃഷി സൗഹൃദ കൂട്ടായ്മ, ഒരു കൃഷി സംസ്കാരം കേരളത്തിന് മുഴുവൻ സമ്മാനിച്ച ഈ പുന്നിട്ടശ്ശേരിയിൽ ഈ തുടർബാല്യത്തെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു മുകുളമായി ഈ തുടർബാല്യത്തെ കണ്ട് അതിനെ നല്ലപോലെ വിരിയിപ്പിച്ചൊരു പുഷ്പമാക്കി എടുക്കുവാനുള്ള ഒരാർജം SRK ഗ്രൂപ്പിന് ഉണ്ടാകട്ടെ. ഇതൊരു പദ്ധതിയാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സന്നദ്ധ സംഘടനയാണ്. ആത്മാർത്ഥമായി സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വിഭാഗമാണ്.